ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠനവിധേയമാക്കപ്പെടുന്ന ഈ സദസ്സിൽ അവിടുത്തെ എണ്ണിയാലൊടുങ്ങാത്ത ഉത്കൃഷ്ട ഗുണങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിന് അള്ളാഹു തൗഫീഖ് നൽകുകയും ഭക്തി സന്ദർഭമായ തങ്ങളുടെ പാത പിന്തുടർന്ന് വിജയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും കൂടുതൽ ഭയഭക്തിയുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിനോടുള്ള ഒരു വ്യക്തി ജീവിതത്തിന്റെ ഘട്ടത്തിലും കൈവിടാതെ സദാ ഇലാഹി സ്മരണകളിലും അനുസ്മരണങ്ങളിലുമായി തങ്ങൾ അനുഗ്രഹീതരാവുകയാണ്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധവും മർത്തതയും സമ്മേളിച്ച തിരുദൂതരോട് ഹൂദ് സൂറത്തിലൂടെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ നിലകൊള്ളണമെന്ന് കർശന നിർദ്ദേശം കൂടി വന്നപ്പോൾ ഹൂദ് സൂറത്തിൽ തന്നെ അമ്പരിപ്പിച്ചു എന്നവരട്ടം പറഞ്ഞുപോയി. ക്ഷേമവും വിശുദ്ധിയും ഭയഭക്തിയും സന്മാർഗവും എനിക്ക് നൽകണമേ നാഥ എന്ന് തന്റെ എല്ലാ പ്രാർത്ഥനകളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ പറഞ്ഞിരിക്കുന്നു. ലോക സൃഷ്ടിപ്രിയ തന്നെ നിതരാവും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ഭയഭക്തിയിൽ മുന്നിൽ നിന്ന് വീണ്ടും തകവേണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിരുന്നുവെങ്കിൽ തങ്ങളുടെ അനുയായികളാണ് അവകാശപ്പെടുന്ന നാം തങ്ങൾ എത്ര അകലെയാണെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതായിരുന്നു. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാനോ അവൻ വിരോധിച്ച വഴിയിൽ നിന്നും വിട്ടു നിൽക്കാനോ എത്ര പേർ ശ്രമിക്കുന്നുണ്ട് തഖ്വയില്ലാതെ? പിന്നെ എങ്ങനെയാണ് നാം അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കുക? പിന്നെ എങ്ങനെ നാം ഒരു ലോക വിജയപ്പെടാനാവുക? ലോകത്തുള്ള സർവ്വ നന്മകളും തഖ്വയിലല്ലേ നിലകൊള്ളുന്നത്? അലൈക ബിത്തഖ്വല്ലാഹു അന്നഹു ജാമിഉൻ കുല്ല ഖൈർ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അത് സകല നന്മകളെക്കാളും സംഖ്യാസ്ഥാനമാണ്. നിങ്ങൾ അല്ലാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആൽ ഇംറാൻ സൂറത്തിലൂടെ പറയുന്നു. റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളുടെ പ്രയാസങ്ങൾ പരിഗണിച്ച് സാധ്യമാവുന്ന നിങ്ങൾ നാഥനെ സൂക്ഷിക്കണമെന്ന് ലളിതമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ജീവിതത്തിൽ ലവലേശം തഖ്വയില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന പുതിയ തലമുറ അല്ലാഹു നമ്മെയും നമ്മിൽ നിന്ന് ലോകത്തോട് മൺമറഞ്ഞു പോയവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗത്തെ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.